കുവൈറ്റിനും ബഹ്റൈനും നേരെ ഇറാൻ ആക്രമണം ശക്തമായി അപലപിച്ച് സൗദി അറേബ്യയും GCCയും. മീഡിയ ഫോർ മലയാളം ന്യൂസിലേക്ക് സ്വാഗതം. കുവൈറ്റ്, ബഹ്റൈൻ എന്നീ രാജ്യങ്ങൾക്ക് നേരെയും ഹോർമൂസ് കടലിടുക്കിലെ കപ്പൽ ഗതാഗത സുരക്ഷയ്ക്ക് എതിരെയും ഇറാൻ നടത്തിയ അധിനിവേശ ആക്രമണങ്ങളെ സൗദി അറേബ്യ കടുത്ത ഭാഷയിൽ അപലപിച്ചു. ഇറാന്റെ ഭാഗത്തു നിന്നുണ്ടായ ഈ നടപടികൾ അന്താരാഷ്ട്ര നിയമങ്ങളുടെയും ഐക്യരാഷ്ട്രസഭയുടെയും ചാർട്ടറിന്റെയും നഗ്നമായ ലംഘനമാണെന്ന് സൗദി വിദേശകാര്യ മന്ത്രാലയം ഔദ്യോഗിക പ്രസ്താവനയിൽ വ്യക്തമാക്കി. മേഖലയിൽ സമാധാനവും സ്ഥിരതയും പുനഃസ്ഥാപിക്കാനുള്ള നയതന്ത്ര ശ്രമങ്ങളെ ഇത്തരം ലംഘനങ്ങൾ പൂർണ്ണമായി തകർക്കുമെന്ന് സൗദി ഓർമ്മിപ്പിച്ചു. പ്രതിസന്ധി ഘട്ടത്തിൽ കുവൈറ്റിനും ബഹ്റൈനും രാജ്യം പൂർണ്ണ ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നതായും സ്വന്തം പരമാധികാരവും സുരക്ഷയും സംരക്ഷിക്കുവാൻ ഇരു രാജ്യങ്ങളും സ്വീകരിക്കുന്ന എല്ലാ മുൻകരുതൽ നടപടികൾക്കും സൗദിയുടെ പൂർണ്ണ പിന്തുണയുണ്ടാകുമെന്നും മന്ത്രാലയം കൂട്ടിച്ചേർത്തു. ബഹ്റൈനിലെയും കുവൈറ്റിലെയും ജനവാസ മേഖലകൾക്ക് ലക്ഷ്യമാക്കി ഇറാൻ നടത്തിയ ബലിസ്റ്റിക് മിസൈൽ, ഡ്രോൺ ആക്രമണങ്ങളെ ഗൾഫ് സഹകരണ കൗൺസിൽ സെക്രട്ടറി ജനറൽ ജാസിം അൽ ബുദൈവിയും ശക്തമായി അപലപിച്ചു. മേഖലയിൽ ശാന്തിയും സമാധാനവും ഉറപ്പാക്കുവാൻ അന്താരാഷ്ട്ര തലത്തിൽ ശ്രമങ്ങൾ നടക്കുന്നതിനിടയിൽ ഉണ്ടായ ഈ വഞ്ചനപരമായ ആക്രമണം പൗരന്മാരുടെയും വിദേശ താമസക്കാരുടെയും ജീവന് നേരിട്ടുള്ള ഭീഷണിയാണെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ഇറാന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്ന ഇത്തരം പ്രകോപനങ്ങൾ സമാധാന ചർച്ചകളെ പിന്നോട്ടടിക്കുമെന്നും ജനങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കുവാൻ ഇരു രാജ്യങ്ങളും കൈക്കൊള്ളുന്ന എല്ലാ പ്രതിരോധ നീക്കങ്ങൾക്കും GCCയുടെ പിന്തുണയുണ്ടാകുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഞായറാഴ്ച പുലർച്ചെയാണ് തങ്ങൾക്ക് നേരെ ഇറാന്റെ മിസൈൽ, ഡ്രോൺ ആക്രമണം ഉണ്ടായതായി ബഹ്റൈനും കുവൈറ്റും സ്ഥിരീകരിച്ചത്. ബഹ്റൈനിൽ ഉണ്ടായ വ്യോമാക്രമണത്തിൽ ഒരു റെസിഡൻഷ്യൽ അപ്പാർട്ട്മെന്റ് കേടുപാടുകൾ സംഭവിച്ചതായി ഔദ്യോഗിക റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നു. ഗൾഫ് ന്യൂസ്, മീഡിയ ഫോർ മലയാളം ന്യൂസ്.